So, dear students, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വേറെ ചില സർവീസുകളെ കുറിച്ചാണ്. ഫെസിലിറ്റീസ്, അപ്പോൾ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റിനെ സംബന്ധിക്കുന്ന ഫണ്ട് ട്രാൻസ്ഫറിനെ സംബന്ധിക്കുന്ന കുറച്ച് ഫെസിലിറ്റീസിനെ കുറിച്ച് നമുക്ക് ഇതിൽ നോക്കാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ നെഫ്റ്റിനെ കുറിച്ചും RTGS കുറിച്ചൊക്കെ നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ EFTയുടെ ഒരു മോഡിഫൈഡ് വേർഷനാണ് NEFT. ഒരു നാഷണൽ ലെവലിൽ ഒരു പാൻ ഇന്ത്യ നെറ്റ്വർക്ക് ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി നെഫ്റ്റിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നെഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ വേറൊരു പ്രത്യേകത 60 മിനിറ്റ്സ് ഇൻ്റർവെൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ 60 മിനിറ്റ്സ് കൂടുമ്പോഴാണ് നമ്മളെ എമൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും ചെയ്യുക. അപ്പോൾ 60 മിനിറ്റ് വരെയുള്ള, അതായത് 1 അവർ വരെയുള്ള പീരീഡിലുള്ള ട്രാൻസാക്ഷൻസ് മുഴുവൻ അഗ്രിഗേറ്റ് ചെയ്ത ശേഷം പിന്നീട് നെക്സ്റ്റ് 60 മിനിറ്റ്സിനുള്ളിൽ ഇതിനുള്ള 60 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യുന്നതിനെ ക്ലിയറിങ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ബാച്ച് പ്രോസസ്സിങ് വഴിയാണ് ചെയ്യുന്നത്. ആ ബാച്ച് പ്രോസസ്സിങ്ങിൻ്റെ ടൈമാണ് 1 അവർ. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ആവില്ല, നെഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്താലും വരില്ല. ക്ലിയർ? സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. റൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി, ക്ലിയർ, ഓൾ ദ ഡേയ്സ് ഓഫ് ദി ഇയർ. ക്ലിയർ, മുഴുവൻ സമയം നമുക്ക് കിട്ടുന്നു. 24/7 നമുക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഹോളിഡേയ്സിലും അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ബാങ്കിങ് അവേഴ്സ് അല്ലാത്ത സമയത്തും അത് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ നിയർ റിയൽ ടൈം ഫണ്ട് ട്രാൻസ്ഫർ ടു ദ ബെനിഫിഷ്യറി അക്കൗണ്ട് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ക്ലിയർ, ഏകദേശം കുറച്ച് മിനിറ്റ്, 60 മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം അത് വീണ്ടും റെഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലിയർ, ചെറിയ കുറച്ച് മിനിറ്റിൻ്റെ സമയം ബാച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള കുറച്ച് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് വിത്തിൻ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്താവും, അക്കൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റും വരും. ക്ലിയർ, ഡെബിറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. ഏത് അക്കൗണ്ടിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും. പ്രോസസ്സിങ് എടുക്കുന്ന സമയം വരെ ക്രെഡിറ്റ് ഉണ്ടാവില്ല, അതിനുശേഷം അത് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സോ പാൻ ഇന്ത്യ കവറേജ്, ഇന്ത്യയിൽ മൊത്തത്തിൽ എവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പോസിറ്റീവ് ഇൻഫർമേഷൻ ടു ദ റെമിറ്റർ ബൈ SMS, ഇമെയിൽ. ക്ലിയർ, നമ്മളൊരു NEFT ചെയ്തു കഴിഞ്ഞാൽ ഒരു നെഫ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു യുണീക്ക് ട്രാൻസാക്ഷൻ കോഡ് ഉണ്ടാവും. ക്ലിയർ, അപ്പോൾ അത്തരത്തിലുള്ള UTR നമ്പർ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാം. അത് നമുക്ക് മെസ്സേജ് ചെയ്ത് കിട്ടും. ക്ലിയർ, നിങ്ങളുടെ നമ്പർ ഇതാണ്. ഓക്കെ, യുണീക്ക് ട്രാൻസാക്ഷൻ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു നമ്പർ ലഭിക്കുന്നു, ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് മെസ്സേജ് വരും. അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകുമ്പോൾ തന്നെ മെസ്സേജ് വരും. ക്ലിയർ, അതുപോലെ അവർക്ക് ക്രെഡിറ്റ് ആവുന്ന സമയത്ത് മെസ്സേജ് പോകും. അപ്പോൾ ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. ക്ലിയർ, ദെൻ പീനൽ ഇൻട്രസ്റ്റ് പ്രൊവിഷൻ ഫോർ ദ ഡിലേ ഇൻ ക്രെഡിറ്റ് ഓൺ ദി റിട്ടേൺ ട്രാൻസാക്ഷൻ. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ റിട്ടേൺ വരികയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ വീണ്ടും റിട്ടേണിലേക്ക് വരണം. അതിന് ഡിലേ വരികയാണെങ്കിൽ, അതൊരു ട്രാൻസാക്ഷൻ നടത്തിയ നിശ്ചിത സമയത്തിനുള്ളിൽ നെഫ്റ്റ് എഫക്റ്റ് ആയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടെ കിട്ടും. ദെൻ നോ ലെവി ഓഫ് ചാർജസ് ബൈ RBI ഫ്രം ദ ബാങ്ക്. ക്ലിയർ, ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. ക്ലിയർ, വളരെ നോമിനലായിട്ടുള്ള ചാർജ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ലിയർ, നോ ചാർജസ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കസ്റ്റമേഴ്സ് ഫോർ ഓൺലൈൻ നെഫ്റ്റ് ട്രാൻസാക്ഷൻ. അതുപോലെ നമ്മൾ നെറ്റ് ബാങ്കിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. നെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് എന്തില്ല, ചാർജ് ഉണ്ടാവില്ല. 2 രൂപ 50 പൈസ മുതൽ 25 രൂപ അങ്ങനെയുള്ള ചാർജൊന്നും ഉണ്ടാവില്ല. ഒരു പരിധി വരെ, പരിധിയിൽ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ചാർജസ് ഈടാക്കുള്ളൂ. സോ ബിസൈഡ്സ് ഫണ്ട് ട്രാൻസ്ഫർ, നെഫ്റ്റ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഫോർ വെറൈറ്റി ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിങ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് കാർഡ് യൂസ്, അതുപോലെ തന്നെ ടു ദി കാർഡ് ഇഷ്യൂയിങ് ബാങ്ക്സ്, പേയ്മെൻറ്റ് ഓഫ് ദി ലോൺ, EMI, ഇങ്ങനെയുള്ള കാര്യങ്ങളും നെഫ്റ്റിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അവൈലബിൾ ഫോർ 1 വേ ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം ഇന്ത്യ ടു നേപ്പാൾ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നെഫ്റ്റ് ഉപയോഗിക്കാം. പക്ഷേ നേപ്പാളിൽ നിന്ന് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നെഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ നാഷണൽ ലെവൽ ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം. അതുകൊണ്ട് ഫോറിൻ കൺട്രീസിൽ ഇത് അലവബിൾ അല്ല. പക്ഷേ ഇന്ത്യയും നേപ്പാളും തമ്മിലൊരു ഇതനുസരിച്ചിട്ട് ഇവിടെ നേപ്പാളീസ് ഒരുപാട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്തേക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ്. The next one is electronic clearing system, ECS. So ECS is an electronic mode of payment for receipt of transaction that are repetitive and periodic in nature.
And ECS is used by institution for making bulk payment of amount towards the distribution of dividend, interest, salary, pension, etc. For a bulk collection of amounts towards telephone, electricity, water dues, cess, tax collection, loan installments, periodic investment in mutual fund, that is systematic investment plan in mutual fund, insurance premium, etc. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇതൊരു ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമാണ് ECS, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം എന്നാണ് പറയുക. ഇതൊരു ട്രഡീഷണൽ സിസ്റ്റമാണ്. ക്ലിയറിങ്ങിന് വേണ്ടി ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു? ബൾക്കായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടക്കുക. ക്ലിയർ? ചെറിയ ചെറിയ വാല്യൂ ഉള്ള പക്ഷെ ബൾക്കായിട്ട് വരും. ക്ലിയർ? ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഡിവിഡൻഡ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുക. മിക്കവാറും ഷെയർ ഹോൾഡേഴ്സിനും കിട്ടുന്നത് 100 ഷെയറോ 200 ഷെയറോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ 10 രൂപ വെച്ചിട്ടാണെങ്കിൽ തന്നെ 200 രൂപ, 300 രൂപ, അല്ലെങ്കിൽ 400 രൂപ, 20 രൂപ, 80 രൂപ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കേണ്ട ഡിവിഡൻഡ്. ക്ലിയർ? ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഡിവിഡൻഡ്. അതുപോലെ ഇൻട്രസ്റ്റിൻ്റെ ഡിക്ലറേഷൻ സമയത്ത് ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റ്. ക്ലിയർ? ഇങ്ങനെ സ്മോൾ എമൗണ്ട് ആയിട്ടുള്ള പേയ്മെൻറ്റുകൾ വളരെ കൂടുതൽ ബൾക്കായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം. ക്ലിയർ? അപ്പോൾ അതിന് എക്സാമ്പിളായിട്ടാണ് ഇവിടെ കുറേയധികം പറഞ്ഞിരിക്കുന്നത്. സാലറി, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്. ക്ലിയർ? അതുപോലെ തന്നെ ചില കളക്ഷൻ ഓഫ് ഡ്യൂസ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടൊക്കെ റെമിറ്റൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ. ക്ലിയർ? അതിൻ്റെ സിസ്റ്റമാറ്റിക് ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഇതിലൂടെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ എസെൻഷ്യലി ECS ഫെസിലിറ്റി ബൾക്ക് ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു മെനി ബാങ്ക് അക്കൗണ്ട്സ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കുറേയധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ എമൗണ്ട് വീതം എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ ECS ഉപയോഗിക്കുക. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കുറേ കസ്റ്റമേഴ്സിൻ്റെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് അല്ലേ അക്കൗണ്ടിലേക്ക് ഡിവിഡൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ട്സ് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ സബ്സിഡി കൊടുക്കുന്നു, ജൻധൻ അക്കൗണ്ടിലുള്ള ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം കർഷകർക്ക് അല്ലേ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നു. ഇതൊക്കെ ബൾക്കായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഒരു അക്കൗണ്ടിൽ നിന്നും ബൾക്കായിട്ടാണ് പോവുക. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ECS ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. So ECS includes transactions proposed under National Automatic Clearing House. Clear? അപ്പോൾ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ആണ് NACH എന്ന് പറയുന്നത്, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. ക്ലിയർ? നാഷ് എന്ന് പറയുന്നു, ഓപ്പറേറ്റഡ് ബൈ ദി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. RBIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് സിസ്റ്റമാണ്. ക്ലിയർ? നാഷ് എന്ന് പറയും. ക്ലിയർ? NACH, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. അതിൻ്റെ കീഴിലാണ് ECS പ്രവർത്തിക്കുന്നത്. ആൻഡ് ECS ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫണ്ട്സ് ടു NRE, NRO അക്കൗണ്ട്സ്. അതുപോലെ തന്നെ NRE അക്കൗണ്ട്, NRO അക്കൗണ്ട്സ്, അതിലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫറും ഇതിലൂടെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോണിക് ക്രെഡിറ്റ്സ് ക്ലിയറിംഗ് ആൻഡ് ഇലക്ട്രോണിക് ഡെബിറ്റ് ക്ലിയറിംഗ്. ഇപ്പോൾ ഇത് രണ്ടെണ്ണം വരുന്നുണ്ട്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ക്ലിയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക് ഡെബിറ്റ് ക്ലിയറിംഗ് ഉണ്ട്. ക്ലിയർ? സോ എന്താണ് ക്രെഡിറ്റ് ക്ലിയറിംഗ്? സോ അണ്ടർ ദിസ് സിസ്റ്റം the companies have to make bulk payment like salary, pension, dividend, etc. Clear? അപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് അല്ലേ, ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടിൽ നിന്നും കുറേയധികം അക്കൗണ്ടുകളിലേക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് ഇവിടേക്കൊക്കെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ അക്കൗണ്ടുകളിലേക്ക്. ക്ലിയർ? അപ്പോൾ അതാണ് ക്രെഡിറ്റ് ക്ലിയറിംഗ്. സോ ഇറ്റ് ഈസ് submitted by RBI through their banks, and RBI process the data, arrive at the interbank settlement, and provide bank branch-wise report containing the details of payment to facilitate the payment to the beneficiaries. And the scheme was introduced in the year 1995, and ECS credit is used by institution for affording credit to a large number of beneficiaries. ഇങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് ബെനിഫിഷ്യറീസിന് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ക്ലിയറിംഗ് എന്നാണ് പറയുക. ECS ക്രെഡിറ്റ് എന്ന് പറയും. ക്ലിയർ? സിംപ്ലി എന്ത് പറയും? നമ്മൾ പാസ്ബുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ECS ക്രെഡിറ്റ് എന്നായിരിക്കും കാണുക. ഗവൺമെൻറ്റിൽ നിന്ന് പൈസ സബ്സിഡി കിട്ടിയാണ്, അപ്പോൾ ECS ക്രെഡിറ്റ് എന്നായിരിക്കും കാണുക. ക്ലിയർ? Then ECS credit offers the following advantage. The beneficiary need not visit his bank for depositing the paper instrument. Clear?
നമുക്ക് യാതൊരു പേപ്പർ ഇൻസ്ട്രുമെൻറ്റില്ല, എല്ലാ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ബാങ്കിലേക്ക് പോകേണ്ട കാര്യമേ വരുന്നില്ല. ദ ബെനിഫിഷ്യറി നീഡ് നോട്ട് ബി അപ്രഹെൻസീവ് ഓഫ് ദി ലോസ് ഓർ തെഫ്റ്റ് ഓഫ് ദി ഫിസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ക്ലിയർ? ഒരു ഡിവിഡൻഡ് വാറണ്ട് കിട്ടി, അതിനെ കൊണ്ട് ബാങ്കിൽ കൊടുക്കണം. ഈ ഡിവിഡൻഡ് വാറണ്ട് കിട്ടിയത് നമ്മൾ എവിടെ എടുത്തു വെച്ചു, അത് കാണാനില്ല, മിസ്പ്ലേസ് ചെയ്തു, ആരും മോഷ്ടിച്ചു കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇല്ല. ECS ക്രെഡിറ്റ് ആകുമ്പോൾ എന്താവുന്നു, എപ്പോഴാണോ കമ്പനികളത് ട്രിഗർ ചെയ്യുന്നത്, എപ്പോഴാണോ ഗവൺമെൻറ് സബ്സിഡി ട്രിഗർ ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. ക്ലിയർ? ആൻഡ് ബെനിഫിഷ്യറി റിസീവ്സ് ഫണ്ട് റൈറ്റ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഏത് ദിവസമാണോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ദിവസം തന്നെ ഇത് ക്രെഡിറ്റ് ആയിക്കോളും. ക്ലിയർ? അതുപോലെ തന്നെ ഡെബിറ്റ് ക്ലിയറിംഗ്, രണ്ടാമത്തെ സിസ്റ്റമാണ് ഡെബിറ്റ് ക്ലിയറിംഗ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ക്രെഡിറ്റ് ക്ലിയറിംഗിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡെബിറ്റ് ക്ലിയറിംഗ്. So ECS debit is used in institution for raising debit to large number of accounts. For instance, customers, utility services, borrowers, investors, mutual fund, clear, and maintenance with bank branches at various locations with the jurisdiction of a ECS center for a single credit to the bank account for their institutions. Clear? അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ബില്ല് KSEBക്ക് കുറേ കസ്റ്റമേഴ്സിൽ നിന്ന് ഫണ്ട് കിട്ടാണ്ടെന്ന് വിചാരിക്കുക. ഈ കസ്റ്റമേഴ്സിനൊക്കെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു ദിവസം എന്ത് ചെയ്യും, ഇതിലേക്ക് ട്രാൻസാക്ഷൻ വരും, അല്ലേ? അപ്പോൾ വലിയ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒന്നിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെറിയ എമൗണ്ട് വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക്, അല്ലേ, ഡെബിറ്റ് ക്ലിയറിങ്ങിൽ എന്ത് ചെയ്യുന്നു, ഈ അക്കൗണ്ടിലൂടെ വരുന്ന എല്ലാ ഡെബിറ്റുകളും, ആ ഡെബിറ്റ് മുഴുവൻ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഈ ക്ലിയറിംഗ് ഹൗസിലൂടെ എന്ത് ചെയ്യുന്നു, ഒറ്റ അടിക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ആയി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് നമുക്ക് ലഭ്യമാവും, ബാങ്കുകൾക്ക് അല്ലെങ്കിൽ അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലഭ്യമാവുകയും ചെയ്യും. ഇനി ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണെന്ന് വിചാരിക്കുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക് SIP ഉണ്ട്. എല്ലാ ആൾക്കാരും ഓരോ മാസം എന്ത് ചെയ്യണം, പൈസ അടയ്ക്കണം. എങ്ങനെ അടയ്ക്കുക, അവരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് അടയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിനെ ഓതറൈസ് ചെയ്യണം, എല്ലാ മാസവും നിങ്ങൾ അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ബാങ്കിലൊരു ഈ ECS ഡെബിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓതറൈസേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എല്ലാ മാസവും അവരവിടുന്ന് ട്രിഗർ ചെയ്യുന്ന സമയത്ത്, ഡെബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ട്രിഗർ ചെയ്യും ഏത് മ്യൂച്വൽ ഫണ്ട് കമ്പനി, ആ സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പൈസ പോകും. ക്ലിയർ? അതാണ് ഡെബിറ്റ് ക്ലിയറിംഗ്. അപ്പോൾ എങ്ങനെ പോവുക, എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് ഒന്നിച്ച എമൗണ്ട് പോകും, അതിൻ്റെ ലിസ്റ്റും കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡെബിറ്റ് ചെയ്തെടുക്കുന്ന അക്കൗണ്ടുകൾ ലാർജ് നമ്പർ ഓഫ് അക്കൗണ്ട്സിൽ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യും. ഒരേ സമയത്തായിരിക്കും ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ആവുക. ആ പൈസ മുഴുവൻ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെയോ ഇലക്ട്രിസിറ്റി കമ്പനിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനി പ്രീമിയം ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെയോ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പം അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനാണ് ECS ഡെബിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അല്ലെങ്കിൽ ഡെബിറ്റ് ക്ലിയറിംഗ് എന്ന് പറയാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? സോ ECS ഡെബിറ്റ് mandates will take care of the automatic debit to the customer's account. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മാൻഡേറ്റ് ഫോം കൊടുക്കണം. ഈ മാൻഡേറ്റ് ഫോമിൽ നമ്മൾ കസ്റ്റമർ സൈൻ ചെയ്യണം. എന്നിട്ട് ഇന്ന ഓർഗനൈസേഷന് അവരുടെ ഇന്ന അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വെച്ച് മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിസിറ്റി എത്രയാണോ അതും കൂടെ കാണിച്ചിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ക്ലിയർ? Then customers need not keep track record of the due date of payment. നമ്മൾ എപ്പോഴാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് വരിക, എപ്പോഴാണ് അത് അടയ്ക്കുക, അതൊന്നും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ അക്കൗണ്ടിൽ പൈസ തന്നെ ഓട്ടോമാറ്റിക്കലി പൈസ പോയിക്കോളും. ക്ലിയർ? The debit to the customer's account would be mentioned in the ECS users and the customers alerted accordingly. ഓരോ പ്രാവശ്യം ഡെബിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് മെസ്സേജ് വരും. ക്ലിയർ? യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് വിത്ത് ദിസ് എമൗണ്ട്, ക്ലിയർ, ടുവേർഡ്സ് ഇലക്ട്രിസിറ്റി ബിൽ അല്ലെങ്കിൽ ടുവേർഡ്സ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് മെസ്സേജും ട്രിഗർ ചെയ്യും. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ECS സിസ്റ്റം. RTGS നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, അല്ലേ? ഒരു 2 ലക്ഷം രൂപ മുകളിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, അല്ലേ, അങ്ങനെയുള്ള കേസസിൽ റിയൽ ടൈമിൽ അത് ഗ്രോസ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, റിയൽ ടൈമിലാണ് ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യം ട്രിഗർ ചെയ്യുമ്പോഴും അതാത് ഡെബിറ്റും ക്രെഡിറ്റും വന്നുകൊണ്ടേ ഇരിക്കും. ക്ലിയർ? ഡെബിറ്റ് മാത്രമല്ല ഓട്ടോമാറ്റിക് സംഭവിക്കുക, ക്രെഡിറ്റും സംഭവിക്കും. ഇവിടെ ഡെബിറ്റ് ആകുമ്പോൾ മറ്റേ സ്ഥലത്ത് ക്രെഡിറ്റ് ആവും. ആ സമയത്ത് ആ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിയൽ ടൈമിൽ ഇത് പ്രോസസ്സിങ് ചെയ്ത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. ക്ലിയർ?
RTGS നേരത്തെയൊക്കെ ബാങ്കിങ് അവേഴ്സ് സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം 7 മണി വരെ അല്ലെങ്കിൽ 8 മണി വരെ 6 മണി വരെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അത് വീണ്ടും മാറ്റി 24/7 നമുക്കിപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും. ബാങ്ക് ഹോളിഡേ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, 24/7 നമുക്ക് എന്ത് ചെയ്യാം, RTGSും ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇപ്പം വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് ചെയ്യുന്നത്. എന്താണ് ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ഗ്രോസ് എമൗണ്ട് ആണ് ചെയ്യുക. അല്ലാതെ ഒരു പർട്ടിക്കുലർ നെഫ്റ്റ് ചെയ്യുന്ന എന്താ, നെറ്റ് സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂറിലെ ട്രാൻസാക്ഷൻ മുഴുവൻ എടുത്തിട്ട് അതിൽ ഓരോ ബാങ്കിന് എത്ര ഡെബിറ്റ് എത്ര ക്രെഡിറ്റ് വർക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെ ഡിഫറൻസ് മാത്രം ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കുക. അതാണ് നെഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റ് സെറ്റിൽമെൻറ്റ്. ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്താണ്, അതാത് എമൗണ്ടുകളാണ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. Then benefits of RTGS. An RTGS electronic fund transfer facility fund transfer on real-time basis. Clear? So in case of a holiday, the amount gets credited to the next working day. ഇതൊക്കെ നേരത്തെ സിറ്റുവേഷൻ ഇപ്പോഴാണെങ്കിലോ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ക്ലിയർ? RTGS could also be done offline by submission to the remittance from ബാങ്ക് ബ്രാഞ്ച് ഓഫ് ദ റെമിറ്റർ. നമ്മളൊരു RTGS റിക്വസിഷൻ ഫോമിൽ പൈസ എമൗണ്ട് ഒക്കെ എഴുതി അതിൻ്റെ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ട് ബാങ്കിൽ കൊണ്ട് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും, അവിടെ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. നമുക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബാങ്കിൽ കൊണ്ട് ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യും. RTGS അവോയ്ഡ്സ് ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ദി അതർ ഇൻസ്ട്രുമെൻറ്റ്സ് ഫണ്ട് ട്രാൻസ്ഫർ സച്ച് ആസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. സാധാരണ നേരത്തെയൊക്കെ ആണെങ്കിൽ RTGSും നെഫ്റ്റൊക്കെ വരുന്നതിന് മുമ്പ്, ഇലക്ട്രോണിക് ട്രാൻസ്ഫറൊക്കെ നടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു, DD ആയിരുന്നു അല്ലേ. ഏതൊരു കാര്യത്തിന് നമ്മൾ DD എടുത്തു കൊടുക്കണം. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ, ബാങ്കിൽ പോകണം, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം, അതിന് കമ്മീഷൻ കൊടുക്കണം. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ടൊക്കെ അയച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടനവധി പ്രോസസ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഫണ്ട് ട്രാൻസ്ഫർ ത്രൂ RTGS ഇൻവോൾവ്സ് കമ്പാരിറ്റീവ്ലി ലോവർ റെമിറ്റൻസ് ചാർജസ്. ക്ലിയർ? ആൻഡ് ഇൻവേർഡ് റെമിറ്റൻസ് ആർ ഫ്രീ ഓഫ് കോസ്റ്റ്. കിട്ടുന്ന ആളുകൾക്ക് യാതൊരു കോസ്റ്റും വരില്ല. അടയ്ക്കുന്ന ആൾ മാത്രം, റെമിറ്റ് ചെയ്യുന്ന ആൾ മാത്രം എന്ത് ചെയ്യണം, ചെറിയൊരു ചാർജ് ഫീസായിട്ട് ഈടാക്കും. ബാങ്ക് ചാർജസ് ഫീ നോട്ട് എക്സീഡിംഗ് ₹30 ഫോർ എൻ ഔട്ട്വേർഡ് റെമിറ്റൻസ്. ക്ലിയർ? ഓൺ ട്രാൻസാക്ഷൻ ഓഫ് ₹2 lakh to 5 lakh. 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷന് അയക്കുന്നതിന് ₹30 മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? Then higher amounts the bank would charge 55. 5 ലക്ഷത്തിലേക്കാളും കൂടുമ്പോൾ 55 രൂപയാണ് ചാർജ്. അപ്പോൾ വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. Then RTGS is a safe and secure fund transfer mechanism and avoids risk and loss associated with the check and demand draft that are used for fund transfer. അതുപോലെ RTGS എന്താണ്, ഒരു സെക്യൂർ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് മൊബൈൽ ബാങ്കിങ്. അല്ലേ, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് മൊബൈൽ ബാങ്കിങ്. സോ വാട്ട് ഈസ് മൊബൈൽ ബാങ്കിങ്? മൊബൈൽ ബാങ്കിങ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് സർവീസസ് ടു ദ കസ്റ്റമർ ടു ക്യാരി ഓൺ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഓൺ മൊബൈൽ ഫോൺ ത്രൂ എ സെല്ലുലാർ പ്രൊവൈഡർ. ഒരു സെല്ലുലാർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടുകൂടി സെൽഫോണുകളിൽ നിന്നും, മൊബൈൽ ഫോണുകളിൽ നിന്നും, ക്ലിയർ, ഒരു അക്കൗണ്ടിൽ നിന്നും, ഒരു കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് അല്ലെ ഒരു ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ അതിനെന്ത് പറയുന്നു, മൊബൈൽ ബാങ്കിങ് എന്ന് പറയും. ക്ലിയർ? സോ ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് സർവീസ് ടു എ കസ്റ്റമർ ടു ക്യാരി ഔട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഓൺ മൊബൈൽ ഫോൺ. ക്ലിയർ? എന്താ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഇവിടെ? മൊബൈൽ ഫോൺ കൊണ്ടുള്ള ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ അതൊക്കെ അല്ലേ. മേ ബി ബാലൻസ് എൻക്വയറി, മേ ബി ഒബ്റ്റൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുക, അതല്ലെങ്കിലോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിലോ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് അടയ്ക്കുക, അതല്ലെങ്കിലോ മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്കുള്ള റെമിറ്റൻസ് ചെയ്യുക. ക്ലിയർ? ഇങ്ങനെ പലതരം അല്ലെ, DD റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മൊബൈൽ ബാങ്കിങ്ങിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ സർവീസ് ഓഫ് ബാങ്ക് make available the facility of banking wherever the customer is and wherever the needs. Clear? കസ്റ്റമറിൻ്റെ നീഡ്സ് എപ്പോഴാണോ, എവിടെയാണോ കസ്റ്റമർ അവിടെ വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലേ ഒരു മൊബൈൽ ഫോൺ എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കസ്റ്റമർ കൺവീനിയൻസിന്
അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് മൊബൈൽ ബാങ്കിങ് വരുന്നത്. ക്ലിയർ? അറ്റ് പ്രസൻറ്റ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ലൈക്ക് ICICI ബാങ്ക്, UTI ബാങ്ക്, HDFC ബാങ്ക്, സെഞ്ചുറിയൻ ബാങ്ക്, അല്ലേ, അതുപോലെ തന്നെ Bank of Punjab, IDBI Bank, Kotak Bank are providing mobile banking services. ഇപ്പോൾ ഇത് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞിട്ട് പഴയ ഡാറ്റയാണ്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളല്ല, അല്ലേ, നമുക്കറിയാൻ പറ്റും. ഒരു 2010 ശേഷം മിക്കവാറും എല്ലാ ബാങ്കുകളും, പബ്ലിക് സെക്ടർ ബാങ്കുകളും മൊബൈൽ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലിയർ? 2015 ശേഷം ബാങ്കുകൾ തന്നെ നമ്മൾ ആവശ്യപ്പെടുക, ക്ലിയർ, നിങ്ങൾ മൊബൈൽ ബാങ്കിങ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മളൊരു പുതിയൊരു കസ്റ്റമർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ചോദിക്കും, ക്ലിയർ, മൊബൈൽ ബാങ്കിങ് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഉണ്ടെങ്കിൽ അത് കൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഉൾപ്പെടുത്തി നമുക്ക് MPIN തരും, ക്ലിയർ, മൊബൈൽ പിന്ന് തരും, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ MMID ഒക്കെ തരും. അപ്പോൾ ഈ രീതിയിൽ മൊബൈൽ ബാങ്കിങ് ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും എല്ലാ തരത്തിലുള്ള ബാങ്കുകളും ഉപയോഗിച്ച് വരുന്നു. സോ മൊബൈൽ ബാങ്കിങ് ഓപ്പറേഷൻ ത്രൂ ഷോർട്ട് മെസ്സേജസ്, ക്ലിയർ, അതും ഉണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജുകൾ വഴി, ക്ലിയർ, ഒരു പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഉണ്ടാക്കിയെടുത്ത് ടെക്സ്റ്റ് മെസ്സേജുകൾ വഴി എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള SMS, ചില ഫോർമാറ്റിൽ SMS അയച്ച് നമുക്ക് ട്രാൻസാക്ഷനോ ബാലൻസ് എൻക്വയറിയോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്, ക്ലിയർ. സോ ഫോളോയിങ് സർവീസസ് ആർ പ്രൊവൈഡഡ് ത്രൂ മൊബൈൽ ബാങ്കിങ്. ക്ലിയർ? ഒന്ന് ബാലൻസ് എൻക്വയറി, കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ബാലൻസ് എൻക്വയറി, ക്ലിയർ. ദെൻ കോസ്റ്റ് ട്രാൻസാക്ഷൻ. This type of transaction provides customer to their own the information about the last 5 debits, last 5 credits made to the account. Clear? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര ഡെബിറ്റ് വന്നിട്ടുണ്ട്, എത്ര ക്രെഡിറ്റ് വന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഒരു ലാസ്റ്റ് 5, ഇപ്പോൾ 10, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ മൊബൈൽ ബാങ്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് എടുക്കാം. വ്യൂ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് പഴയ ഒരു കേസാണ് ഇത് പറയുന്നത്. ഓക്കെ. ദെൻ റിക്വസ്റ്റ് ഫോർ ചെക്ക് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലേ. നമുക്ക് ചെക്ക് ബുക്ക് കഴിയാറായപ്പോൾ ഓൺലൈനായിട്ട് മൊബൈൽ വഴി നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് റിക്വസ്റ്റ് ചെയ്യാം. ബിൽ പേയ്മെൻറ്റുകളൊക്കെ നടത്താൻ പറ്റും, ക്ലിയർ. ഫണ്ട് ട്രാൻസ്ഫറൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ്, അല്ലേ, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യോനോ പോലുള്ള ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വഴി നമുക്ക് എല്ലാ സർവീസും, ഇൻ്റർനെറ്റ് ബാങ്കിങ് കിട്ടുന്ന എല്ലാ സർവീസസും കിട്ടും. ഈവൻ വേണമെങ്കിൽ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാം, ഹോം ലോൺ അപ്ലൈ ചെയ്യാൻ, ലോണുകൾ അപ്ലൈ ചെയ്യാൻ, അതിൻ്റെ റെമിറ്റൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ large number of services, almost all services that can be availed from a bank, can be now done through mobile devices. അപ്പോൾ ആ രീതിയിൽ സ്മാർട്ട് ഫോണുകളുടെ ആവിർഭാവത്തോടുകൂടി എല്ലാ തരത്തിലുള്ള ചേഞ്ചസും വന്നിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്. സോ അണ്ടർ ദിസ് സ്കീം ബാങ്ക്സ് ആർ പെർമിറ്റഡ് ടു ഓഫർ ഡോർ സ്റ്റെപ്പ് സർവീസസ് സച്ച് ആസ് pickup of cash instruments, delivery of cash against check received at the counter, and delivery of demand draft to corporates, government departments, PSU, and pickup of cash instruments and delivery of demand drafts to individual customers, etc. ഇത് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് നമുക്കറിയാൻ പറ്റും. കസ്റ്റമേഴ്സിന് ബാങ്കിൽ പോകാതെ ബാങ്ക് കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യും. ആ രീതിയിലുള്ളൊരു സൗകര്യത്തിന് നമ്മൾ എന്താ പറയുക? ഡോർ സ്റ്റെപ്പ് ബാങ്ക് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു? വലിയ ബിസിനസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ഹ്യൂജ് വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാവും. കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാവും. ഓരോ ദിവസവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ചെക്കുകളും കിട്ടുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, ക്ലിയർ, ക്യാഷ് പേയ്മെൻറ്റിന് ആവശ്യമുള്ള ക്യാഷോ ക്യാഷ് വിഡ്രോവലോ ഡിപ്പോസിറ്റ്സോ ഉണ്ടെങ്കിൽ അതിനുള്ളത് ഡിപ്പോസിറ്റ്സിനുള്ള ക്യാഷ് കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെക്കോ DDയോ ഇൻസ്ട്രുമെൻസോ ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കമ്പനികളെയോ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനെയോ അല്ലെങ്കിൽ വളരെ കൂടുതൽ അസറ്റ്സൊക്കെ ഉള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് വീടുകളിലോ അവരുടെ പ്ലേസ് ഓഫ് വർക്കിങ്ങിലോ സമീപിച്ച് ബാങ്ക് എങ്ങനെയാണ് പോവുക? അവിടെ ഓതറൈസ്ഡ് എംപ്ലോയീസോ ഏജൻസോ വഴി കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ നടത്തി കൊടുക്കും. അതിനെയാണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ, അല്ലേ. ദെൻ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്കീം, പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്കറിയാൻ പറ്റും, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ബാങ്കിൽ പോയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ബാങ്കിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള റെക്കോർഡ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ റെക്കോർഡ്സ് പ്രകാരം നമ്മുടെ കസ്റ്റമറുടെ ഏജ്, സീനിയർ സിറ്റിസൺസിൻ്റെ ഏജ് ആണെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റാഫ് തന്നെ എന്ത് ചെയ്യും? ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്ന് പറയാം. അവർ കറസ്പോണ്ടൻസ് സ്റ്റാഫ് എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ വരും.
ഈ സീനിയർ സിറ്റിസൻ്റെ വീട്ടിൽ വന്നിട്ട് അവർക്ക് വിഡ്രോവൽ ആണെങ്കിൽ അത് വിളിച്ച് പറയണം. അപ്പോൾ അവരെന്ത് ചെയ്യും, വന്ന് പൈസ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ട് കൊടുത്ത് അതിൻ്റെ ചെക്കാണെങ്കിൽ ചെക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി പ്രോസസ്സിങ് ചെയ്യും. ക്ലിയർ? അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ആണെങ്കിൽ ഡിപ്പോസിറ്റ്. ഇങ്ങനെ കുറച്ച് ബാങ്കിങ് സർവീസസ് ഒക്കെ സീനിയർ സിറ്റിസൺസിന് എന്ത് ചെയ്യുന്നു, ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് വഴി നൽകി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ക്ലിയർ? ഇത് റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിൻ്റെ യാത്ര ഒഴിവാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നതാണ്. ക്ലിയർ? കോവിഡ് കാലത്തൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. സീനിയർ സിറ്റിസൺസിനായുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനും പറ്റില്ല അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ ബാങ്കിങ് നീഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ രീതിയിൽ ചെയ്യുന്നു. അല്ലേ? ബാങ്കുകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം അതൊക്കെ വഴി എന്ത് ചെയ്യുന്നു, പോസ്റ്റ്മാൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെഷീൻ കൊണ്ടുവരും. നമ്മുടെ ആധാർ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് ഏത് ബാങ്കാണോ നമുക്കുള്ളത് അവിടെ നിന്ന് പൈസ ക്ലിയർ നമുക്ക് വിഡ്രോ ചെയ്ത് പോസ്റ്റ്മാൻ പൈസ തരും. ക്ലിയർ? അപ്പോൾ ആ രീതിയിലൊക്കെ സർവീസസ്, ഡോർ സ്റ്റെപ്പ് സർവീസസ് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ. So in May 2007, banks are permitted to offer delivery of cash to individuals. For the delivery of cash draft to individuals, corporate, government, PSU, etc. was permitted against the request received through any secured conventional channel. Clear? അപ്പോൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. അതല്ലാതെ കേസസിലും അല്ലേ, നിങ്ങളൊരു പക്ഷേ കാണുന്ന മൊബൈൽ ബാങ്കിങ് എന്നുള്ളൊരു സർവീസസ് അല്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷൻ അല്ലെങ്കിൽ വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണത്? കറസ്പോണ്ടൻസ് ബാങ്കിങ് എന്നൊക്കെ അതിന് പറയും. ക്ലിയർ? അവിടെ എന്ത് ചെയ്യുന്നു, വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ആ ദിവസം ബാങ്കിൻ്റെ ഓഫീസേഴ്സ് ക്ലിയർ അവരുടെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഇതിന് നെറ്റ്വർക്കിങ്ങുള്ള ഇൻ്റർഫേസിനുള്ള ഇതും ക്ലിയർ. അതുപോലെ തന്നെ മൊബൈലൊക്കെ ആണെങ്കിൽ മൊബൈൽ ATM ഉണ്ട്. ക്ലിയർ? ഒരു വാനിൽ തന്നെ ATM സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ATM ഓൺ വീൽസ് എന്നാണ് പറയുക. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ അതുമായിട്ട് പോകും, അല്ലെങ്കിൽ ക്യാഷ് ബോക്സുമായിട്ട് പോകും. അവരവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലോക്കൽ പ്രത്യേകിച്ച് റൂറലോ ട്രൈബൽ ഏരിയയിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട്സിലേക്ക് ആവശ്യമായുള്ള ട്രാൻസാക്ഷനൊക്കെ നടത്തി കൊടുത്തിട്ട് വരും. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി ഫെസിലിറ്റീസ് ഇപ്പം അവൈലബിൾ ആണ്. ക്ലിയർ? റൈറ്റ്. ഈ പേഴ്സ് വേറൊരു സൗകര്യമാണ് ഈ പേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് പേഴ്സ്, ക്ലിയർ? ഇലക്ട്രോണിക് വാലറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പേഴ്സ് പോലെ, വാലറ്റ് പോലെ നമുക്ക് കൊണ്ടുവന്ന് നടക്കാൻ പറ്റുന്നതാണ്. ക്യാഷ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴോ അങ്ങനെ പേയ്മെൻറ്റോ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഡിജിറ്റൽ ഫോമിലുള്ള ഈ എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ? സോ ഒരു പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് പേഴ്സ് ഓർ ഇ പേഴ്സ് ഈസ് stored value for a prepaid product in which the record of funds or value is stored in the electronic device which is the customer's possession and it is available to the customer in multi-purpose use. അപ്പോൾ നമ്മളൊരു പ്രീപെയ്ഡ് കാർഡിൽ ഒരു സ്റ്റോർഡ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുന്നു. മിക്കവാറും അതൊരു സ്മാർട്ട് കാർഡായിരിക്കും. ഓക്കെ. അപ്പോൾ അതിൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ എവിടെയാണോ പോകുമ്പോൾ ആ സ്മാർട്ട് കാർഡ് മാത്രം എടുത്തിട്ട് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കാർഡ് കൊടുത്ത് അത്രയും എമൗണ്ട് നമ്മൾ പിന്നും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഈ സ്റ്റോർഡ് വാല്യൂവിലെ എമൗണ്ട്, പ്രീപെയ്ഡ് എമൗണ്ട് കുറഞ്ഞു വരും. ക്ലിയർ? ഇപ്പോൾ 50,000 രൂപയുടെ നമുക്ക് പ്രീപെയ്ഡ് ബാലൻസ് എന്ന് വിചാരിക്കുക. 1000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നതോടുകൂടി 49,000 ആവും. ഇങ്ങനെ കുറഞ്ഞു വരും. ക്ലിയർ? സോ മോസ്റ്റ് ഓഫ് ദി പേഴ്സ് റിലേറ്റ്സ് ടു ദി യൂസ് ഓഫ് റീലോഡബിൾ കാർഡ്സ്. ക്ലിയർ? അപ്പോൾ അത് റീചാർജബിൾ ആണ്, റീലോഡബിൾ കാർഡ്സ് ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പൈസ കഴിയുന്ന മുറയ്ക്ക് വീണ്ടും ചാർജ് ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത്രയും പൈസ റെമിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമുക്കിപ്പോൾ ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിന്നും ഈ പേഴ്സിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പേഴ്സ് കാർഡിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് അതിൽ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. So the money is loaded on cards by transfer of balance from bank accounts through ATM or in the case of internet, telephone or internet ആണെങ്കിൽ അങ്ങനെ ടെലിഫോൺ or internet, the receipt of equivalent monetary value. അപ്പോൾ അത് എന്ത് തന്നെയായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു, ഈക്വലൻറ്റ് മണി വാല്യൂ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. ക്ലിയർ? കസ്റ്റമറിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ദാറ്റ് ഈസ് സപ്ലയേഴ്സ് ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ അപ്പം തന്നെ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. These are used for making payments for the purchase which is generally the low value. സാധാരണ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. വലിയ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ അവിടെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ. അതല്ലാതെ ചെറിയ പേയ്മെൻറ്റ്സോ ചെറിയ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. സോ ദിസ് ഇസ് എ പ്രീപെയ്ഡ് കാർഡ്. ക്ലിയർ? ഈ വാലറ്റ് എന്നും പറയുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സ് എന്നും പറയാം. ഓക്കെ.
Then personal computer banking or home banking. Clear? So PC banking is also fast growing sector. The customer can access the information on their accounts through dial-up connection with the bank. Clear? And all the services which are available through telephone banking are also available through personal computer banking. ഇതൊക്കെ പ്രീവിയസ് വേർഷൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് വന്നതോടുകൂടി നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള സർവീസസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് ഇതിനറിയപ്പെടുന്നത്. പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മളതിപ്പോൾ ഏത് ഡിവൈസ് എടുത്തിട്ടും ചെയ്യാം. നെറ്റ്വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നെറ്റുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള ഏത് ഡിവൈസിൽ നിന്നും, അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഏത് ഡിവൈസുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദേ കൻ ആൾസോ ബി ഡൗൺലോഡ് ഇൻഫർമേഷൻ ആൻഡ് പ്രോസസ് ഓൺ ദി ഓൺ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ക്ലിയർ? ഇങ്ങനെ പേഴ്സണൽ ബാങ്കിങ്, ഹോം ബാങ്കിങ് എന്നൊക്കെ നമ്മളതിന് പറയും. ഇപ്പോൾ അതിന് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നുള്ള പേരിലാണ് കൂടുതൽ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത്. ടെലിഫോൺ ബാങ്കിങ്, സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റസ്റ്റ് ഗ്രോയിങ് ഏരിയാസ് of high-tech banking. A customer can perform a number of transactions from their own home or office anywhere, and they can access to a phone. ഒരു ഫോണിൽ accessibility ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതും ഒരു ഓൾഡർ വേർഷൻ ആണ്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മൊബൈൽ ബാങ്കിങ് എന്നാണ് അതിന് പറയുക. അപ്പോൾ മൊബൈൽ സ്മാർട്ട് ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ടെലിഫോണിക് ബാങ്കിങ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് ഉണ്ടായിരുന്നു. Then telephone banking is a service provided by a financial institution which allows its customers to perform transaction over the telephone. അപ്പോൾ എന്ത് ചെയ്യണം, മോസ്റ്റ് ടെലിഫോൺ ബാങ്കിങ് സർവീസസ് യൂസ് ഓട്ടോമേറ്റഡ് ഫോൺ ആൻസറിങ് സിസ്റ്റം. ക്ലിയർ? അങ്ങനെ IVR സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓൺലൈൻ ബുക്കിംഗ്, ഫോൺ ബുക്കിംഗ് എന്നൊക്കെ കേട്ടില്ലേ. ഒരു ഗ്യാസ് ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, നമ്മൾ നമ്മുടെ ഫോൺ നമ്പറിൽ നിന്ന് ഗ്യാസ് ബുക്ക് ചെയ്യുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു IVRS അല്ലേ മോഡിലേക്ക് അത് പോകും. ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം നമ്മളടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ റെക്കോർഡ് പ്രകാരം നിങ്ങളുടെ നമ്പർ ഇതാണ്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ എന്താണ് അല്ലേ. ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അപ്പോൾ നമ്മൾ അതിനൊരു കോഡ് ഉണ്ടാവും. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ബുക്കിംഗ് സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ റെഫറൻസ് നമ്പർ ഇതാണ്. ഇങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലേ, ചാറ്റ് ബോട്ട്സ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് വരും. അതേപോലെ തന്നെയാണ് ബാങ്കിങ്ങിൻ്റെ കേസ്. ക്ലിയർ? ഒരു ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൽ എന്ത് ചെയ്താൽ മതി, ഒരു മിസ് കോൾ ചെയ്താൽ മതി. എന്ത് ചെയ്യും, അത് നമ്മൾ ഈ IVRS സിസ്റ്റം വഴി എന്ത് ചെയ്യുന്നു, അത് ഈ ചാറ്റ് ബോട്ടൊക്കെ വഴി അത് സിസ്റ്റത്തിലേക്ക് റൂട്ട് ചെയ്യും. നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണെന്ന് ചോദിക്കും, നമ്മൾ അതിൻ്റെ കോഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ. ക്ലിയർ? ഈ രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫറോ അതുപോലെ തന്നെ ബാലൻസ് എൻക്വയറിയോ ക്ലിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ മോസ്റ്റ് ഓഫ് ദ ടെലിഫോൺ ബാങ്കിങ് സർവീസസ് യൂസ് ദി ഓട്ടോമേറ്റഡ് ഫോൺ ആൻസറിങ് സിസ്റ്റം with the phone keypad response voice response recognition capability അല്ലെങ്കിൽ voice recognition capability എന്നാണ് നമ്മൾ പറയുക. Okay, then the guarantee security, customers must first authenticate through a number of verbal password, clear, or through security questions asked by the live representative. Clear? അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ചാറ്റ് ബോട്ടോ നമ്മളടുത്ത് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഓതൻറ്റിക്കേഷൻ കോഡ് ആദ്യം കൊടുക്കണം. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, നമ്മളെ ട്രാൻസാക്ഷൻ ഓരോ കാര്യങ്ങളായിട്ട് പ്രോസസ്സിങ് ആവുക. ഓക്കെ, സോ വിത്ത് ഒബീവിയസ് എക്സെപ്ഷൻ ഓഫ് ക്യാഷ് വിഡ്രോവൽ അല്ലേ. സാധാരണ ക്യാഷ് വിഡ്രോവൽ മാത്രം നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഡിപ്പോസിറ്റ്സോ വിഡ്രോവൽ ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം, ബാക്കിയുള്ള സർവീസുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഓഫേഴ്സ് virtually all other features of an automated teller machine. ഒരു ATMൻ്റെ അതേ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും എക്സെപ്റ്റ് ഫോർ ക്യാഷ് ഡിപ്പോസിറ്റ് ആൻഡ് ക്യാഷ് വിഡ്രോവൽ. കാരണം നമ്മൾ ടെലിഫോണിലൂടെ സംസാരിക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ, പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ക്ലിയർ? അതല്ലെങ്കിൽ നമുക്ക് ബാലൻസ് എൻക്വയറി ചെയ്യാം. ഇതൊക്കെ നമുക്ക് ലഭ്യമാവും. ക്ലിയർ? So in addition to the self-services transaction listed earlier, then telephone banking representatives are usually trained to do what was traditionally available only at the branch. Clear? Branches traditionally എന്താണോ ബ്രാഞ്ചിലുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ടെലിഫോൺ ബാങ്കിലൂടെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ലോൺ അപ്ലിക്കേഷൻ അല്ലേ, ലോൺ എൻക്വയറി ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസസിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. ക്ലിയർ? അതുപോലെ റിഡംഷൻസ് ഉണ്ടെങ്കിൽ റിഡംഷൻസ്, ചെക്ക് ബുക്ക് ഓർഡേഴ്സ് പുതുതായിട്ട് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അത്,
ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്, ക്ലിയർ, അതുപോലെ ചാർജസ് ഓഫ് ചേഞ്ച് ഓഫ് അഡ്രസ് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലൂടെ ചെയ്തെടുക്കാം. Usually the following transactions are done through telephone banking: information and product services, information about the access, amount, balance and transaction, information about the status of check issued and deposited, then information about the deposit of interest rate, the deposit interest rate prevailing in the bank, information about the ATM branches and its location, information or issue of the usage of ATM, internet banking or mobile banking. Okay, then request for checkbook, request for statement of by email or fax, request for duplicate statement, regeneration of ATM pin or debit card, regeneration of internet banking password, banking, blocking of internet banking user ID and password, clear user ID, then hot listing of cards. ഇങ്ങനെ പല സർവീസുകളും ഇതിലൂടെ ചെയ്തെടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓർ ഓൺലൈൻ ബാങ്കിങ്. അല്ലേ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ അതിനെ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അല്ലേ, എന്താണത്? ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ഒരു യൂസർ ഐ ഡി പാസ്വേഡ്, ക്ലിയർ, അത് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് യൂസർ ഐ ഡിയും പാസ്വേഡും ബാങ്ക് നൽകുന്നു. അത് അവർക്ക് റീസെറ്റ് ചെയ്യാം. ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ബാങ്കിൽ നേരിട്ട് പോകാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്തെടുക്കാൻ പറ്റും. എന്തൊക്കെ ട്രാൻസാക്ഷൻ? എനി ട്രാൻസാക്ഷൻ, ക്ലിയർ. അപ്പോൾ അതിൽ നമ്മൾ ക്യാഷ് ഡിപ്പോസിറ്റ് മാത്രം ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ, ക്ലിയർ. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, ബാലൻസ് എൻക്വയറി ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ്സ് നൽകാം, യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ് നൽകാം, ടാക്സ് വേണമെങ്കിൽ റെമിറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും, IPO ഷെയറിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഒക്കെ സബ്സ്ക്രൈബിങ് അത് ചെയ്യാൻ പറ്റും, ഷെയർ ട്രേഡിംഗ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ അതുപോലെ തന്നെ ടാക്സോ ഡ്യൂസോ പ്രീമിയമോ അല്ലേ എന്തെങ്കിലും ഫീസോ പേയ്മെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കാൻ പറ്റും. ക്ലിയർ, അത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വ്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒട്ടനവധി സർവീസുകൾ ബാങ്കിൽ ചെയ്യുന്ന മിക്കവാറും എല്ലാ സർവീസുകളും നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻ്റർനെറ്റാണ് ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യാലിറ്റി. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഡിവൈസ് നമുക്ക് രണ്ടാമത് വേണം. മൂന്നാമത്തെ കാര്യം എന്താ? ഇതിനെല്ലാം റൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സെക്യൂർഡ് സിസ്റ്റം, ഗേറ്റ് വേ എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ലെങ്കിൽ ക്ലിയർ ട്രാൻസാക്ഷൻ ഗേറ്റ് വേ, ഇങ്ങനെയുള്ള സെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റവും അതുപോലെ തന്നെ ഫയർവാൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം, ഗേറ്റ് വേസ്, ഇതെല്ലാം ഇപ്പം അവൈലബിൾ ആണ്. ക്ലിയർ, ബാങ്കുകളുടെ പോയിന്റ് ഓഫ് വ്യൂലും അതുപോലെ തന്നെ മെർച്ചൻറ്റ് ബാങ്കിങ്, നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ അല്ലേ ഷോപ്പിംഗ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ കേസിലും ഒക്കെ സെക്യൂർ ആയിട്ടുള്ള നെറ്റ്വർക്കുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കേസസിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൗകര്യമായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നു. ഇൻ്റർനെറ്റ് ബാങ്ക് ഈസ് ഓൾസോ നോൺ ആസ് വെർച്വൽ ബാങ്കിങ്, സൈബർ ബാങ്കിങ്, ക്ലിയർ, നെറ്റ് ബാങ്കിങ്, ഇങ്ങനെയൊക്കെ പേര് പറയും. ഇൻ്റർനെറ്റ് ബാങ്ക് എന്ന് പറയാം, നെറ്റ് ബാങ്ക് എന്ന് പറയാം, സൈബർ ബാങ്ക് എന്ന് പറയാം, വെർച്വൽ ബാങ്ക് എന്ന് പറയാം, ഇൻ്ററാക്റ്റീവ് ബാങ്ക് എന്ന് പറയാം, ഒരു വെബ് ബാങ്ക് എന്ന് പറയാം. ഇതൊക്കെ ഡിഫറെൻറ്റ് നെയിംസ് ആണ് കേട്ടോ, ആൾട്ടർനേറ്റ് നെയിംസ് ആണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ചോദിക്കുമ്പോൾ ഇത് തന്നെയാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈസ് യൂസ്ഡ് വൈഡ്ലി ബൈ മാസസ്. കമ്പനികളും ഫേമുകളും ഇൻഡിവിജ്വൽസും കസ്റ്റമേഴ്സും ഒക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നു. ക്ലിയർ, ലോൺ സപ്ലൈ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, റെമിറ്റൻസ് ചെയ്യാൻ പറ്റും, DD വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ, DD നമുക്ക് വേണമെങ്കിൽ പോയി കളക്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ പലതരത്തിലുള്ള സൗകര്യങ്ങളും ഇതിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. So it has various benefits to offer. Nowadays, the banks provides online banking facilities to their customers as an added advantage. Internet banking uses internet for the delivery channel by which banking activities are conducted. Okay, the services provided through internet banking or online banking എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? ക്ലിയർ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, പേ ബിൽസ്, നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യണോ നമ്മുടെ സേവിങ്സ് ബാങ്ക്, ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് FD വേണമെങ്കിൽ ഇടാം, FD ക്ലോസ് ചെയ്യണോ ക്ലോസ് ചെയ്യാൻ പറ്റും, RD സ്റ്റാർട്ട് ചെയ്യണോ, റിക്കറിംഗ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണോ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് സർവീസസ് നമുക്ക് ചെയ്തെടുക്കാവുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റ് റിഡീം ഡ്യൂ ആയിട്ടുണ്ടോ അതിൻ്റെ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോർ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ചെക്ക് ബുക്ക് എൻക്വയറി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ബുക്ക് ആവശ്യമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ്. ഓക്കെ, നമ്പർ 1
ഒന്നാമത് പ്രധാനമായിട്ട് നെറ്റ് ബാങ്കിങ് മേക്സ് ഇറ്റ് ഈസി ഫോർ ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്, ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്. ക്ലിയർ? എ കസ്റ്റമർ ക്യാൻ ഓപ്പൺ FD അക്കൗണ്ട് ത്രൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്. അതിന് EFT എന്ന് പറയും. അപ്പോൾ EFT ഒക്കെ നമുക്ക് ചെയ്യാം. EFT വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, വിഡ്രോവൽ ചെയ്യാം, ഒക്കെ ചെയ്യാം. അത് ഇൻ്റർനെറ്റിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. എ കസ്റ്റമർ ക്യാൻ ഓർഡർ ഫോർ ആൻ ഇഷ്യൂ ഓഫ് ദി ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ക്ലിയർ? DD ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. A customer can give instruction over the net banking, over the net for stopping of payment. Clear? നമ്മളിപ്പോൾ കാർഡ് നഷ്ടപ്പെട്ടു, നമുക്കത് അല്ലെങ്കിൽ പാസ്വേഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ തോന്നുകയാണ്, ഉടനെ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ക്ലിയർ? സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്താ? ഇപ്പോൾ എല്ലാ മാസവും നമ്മുടെ പ്രോവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിലേക്ക് ഇത്ര അടയ്ക്കണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം എത്ര അടയ്ക്കണം. അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസം ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് അതിലേക്ക് ക്രെഡിറ്റ് ചെയ്തോളും. ക്ലിയർ? ദ ബാങ്ക് കസ്റ്റമർ ക്യാൻ റിക്വസ്റ്റ് ഫോർ ചെക്ക് ബുക്ക്. ക്ലിയർ? ആൻഡ് വൺ ക്യാൻ വ്യൂ ദ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ്, ട്രാൻസാക്ഷൻ്റെ സമ്മറി, സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? ഇതെല്ലാം നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റുകളോ സർവീസുകളോ, ഇല്ലയോ, ഒട്ടനവധി സർവീസുകൾ ഇപ്പോൾ എന്തിലൂടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു? ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. സോ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, പേയ്മെൻറ്റ് ഓഫ് ബിൽസ്, വ്യൂവിങ്, ചെക്കിംഗ് ആൻഡ് സേവിങ് ഓഫ് ദി അക്കൗണ്ട് ബാലൻസസ്, ദെൻ പേയ്മെൻറ്റ് ഓഫ് മോർഗേജസ്, പർച്ചേസസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. സോ അക്കോർഡിംഗ് ടു ഇൻഡസ്ട്രി അനലിസ്റ്റ്, electronic banking provides a variety of attractive possibilities for a remote account access. വളരെ വിദൂര പ്രദേശങ്ങളിലുള്ള, അല്ലേ, സാധാരണ ബാങ്കിങ് ആക്സസ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ബാങ്കിങ് എത്തിക്കാൻ, അവരിലേക്ക് എത്തിക്കാൻ എന്ത് വഴി കഴിയും? ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി കഴിയും. ഓക്കെ. ഇൻക്ലൂഡിങ് അവൈലബിലിറ്റി ഓഫ് ഇൻക്വയറി ആൻഡ് ട്രാൻസാക്ഷൻ സർവീസസ് ടു ദി അറൗണ്ട് ദി ക്ലോക്ക്. അല്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ട്രാൻസാക്ഷൻ എൻക്വയറി ചെയ്യാം, ബാലൻസ് എൻക്വയറി ചെയ്യാം, ഒക്കെ ചെയ്യാം. ലോഗിൻ ചെയ്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വേൾഡ് വൈഡ് കണക്ടിവിറ്റി കിട്ടുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലേ, ഇപ്പോൾ ഒരു രാജ്യത്തുള്ള സിസ്റ്റമാണ് മറ്റൊരു രാജ്യത്ത് പോയി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ലോകത്തിലെ ഏത് സ്ഥലത്തു നിന്നും നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടുകൂടി ചെയ്തെടുക്കാം. സോ ഈസി ആക്സസ് ടു ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഓഫ് ബോത്ത് റീസെൻ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ. ക്ലിയർ? ഡാറ്റ ട്രാൻസ്ഫറിന് അല്ലേ, ആക്സസ് ടു ട്രാൻസാക്ഷൻ ഡാറ്റ ആക്സസ് കിട്ടുന്നതിന്. ക്ലിയർ? പ്രീവിയസ് ഹിസ്റ്ററിയും കിട്ടും, കറണ്ട് ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററിയും കിട്ടും. ക്ലിയർ? അപ്പോൾ ആ രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഏറ്റവും ചീപ്പായിട്ടുള്ള, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റമാണ് എന്ത്? ബാങ്കിങ് സിസ്റ്റമാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. മറ്റുള്ളതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, മൊബൈൽ ബാങ്കിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഫോം ഓഫ് ഇതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, കോസ്റ്റ് കുറവായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ മോഡ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. ക്ലിയർ? ദ നെസസിറ്റീസ് റിക്വയർഡ് ഫോർ ഓപ്പറേറ്റിംഗ് ഇൻ ഓൺലൈൻ ബാങ്കിങ്. അല്ലേ, എന്താണ് ഓൺലൈൻ ബാങ്കിൻ്റെ ആവശ്യകത? ആൻ ആക്റ്റീവ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ബാലൻസ് ഓഫ് ക്ലിയർ ഇൻ ഇറ്റ്സ് ഫോർ ട്രാൻസാക്ഷൻ. ക്ലിയർ? ഡെബിറ്റ് ആൻഡ് ഓർ എ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ, ഈ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ ട്രാൻസാക്ട് ചെയ്യാം. ദെൻ കസ്റ്റമേഴ്സ് യൂസർ ID നമുക്ക് അറിഞ്ഞിരിക്കണം, പാസ്വേഡ് നമുക്ക് കസ്റ്റമർക്ക് അറിഞ്ഞിരിക്കണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. ദി ഇൻ്റർനെറ്റ് ബാങ്കിങ് പിൻ നമ്പർ, ഇത് പാസ്വേഡാണ്. ഈ പിൻ നമ്പറാണ് പാസ്വേഡായിട്ട് ചെയ്തത്. കസ്റ്റമറുടെ ഐഡിയും കസ്റ്റമറുടെ ഒരു യൂസർ ID നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഐഡിയും ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യുക. ദെൻ എ PC വിത്ത് an accessible വെബ്. ക്ലിയർ? PCയോ മൊബൈലോ ടാബോ ലാപ്ടോപ്പോ എന്താണോ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു വെബ് കണക്ടിവിറ്റി ഉള്ള ഒരു ഡിവൈസും വേണം. ക്ലിയർ? ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ. ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് സർവീസസ് കിട്ടുന്നതിന് വേണ്ടി കസ്റ്റമർ എന്ത് ചെയ്യണം? ബാങ്കിൽ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിനെ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ATM കാർഡോ അല്ലെങ്കിൽ മറ്റുള്ള കാർഡൊക്കെ നിങ്ങൾ വീട്ടിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് അയച്ചു തരിക. അങ്ങനെ അയക്കുന്നതിനോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡ് അയച്ചു തരും. സബ്സിക്വൻ്റ്ലി ആണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കിറ്റ്
കിറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു യൂസർ മാനുവലും ഇൻ്റർനെറ്റ് ബാങ്കിങ് എങ്ങനെ ഉപയോഗിക്കാൻ സംബന്ധിച്ച ഒരു മാനുവലും യൂസർ ഐ ഡി പാസ്വേഡൊക്കെ വരുന്ന ഒരു ലെറ്ററും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അയച്ചു കിട്ടുക. അപ്പോൾ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം യൂസർ ഐ ഡി പാസ്വേഡും ഒതൻറ്റിക്കേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രജിസ്ട്രേഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം അത് ഉപയോഗിച്ച്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നു. റീസെറ്റ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? നമുക്ക് എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ക്ലിയർ? ഇൻ്റർനെറ്റ് ബാങ്കിങ് ഐ ഡി, ഒരു യൂസർ ഐ ഡി ഉപയോഗിക്കും, ലോഗിൻ ഐ ഡിയും ഉപയോഗിക്കുന്നു, ഒരു പാസ്വേഡും ഉപയോഗിക്കുന്നു. ക്ലിയർ? ഈ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ട്രാൻസാക്ഷനൊക്കെ ചെയ്യേണ്ടത്. ക്ലിയർ? There are two types of banks that do internet banking. One is online services and number two virtual banks. Clear? So what is online services? Many brick and mortar banks are now offering online services. This is still allows customers of the bank for an option to going to the building to do their transaction of a person or in person, or by they can take advantage of internet banking services through the bank website. Clear? അപ്പോൾ ഓൺലൈൻ സർവീസസ് ആണ് വെബ്സൈറ്റിലൂടെ സർവീസ് അവൈലബിൾ ആക്കുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ ബാങ്കിൽ പോയിട്ട് സർവീസ് ചെയ്യാം, അതെടുക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വെബിലൂടെ നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് സർവീസസ് എടുക്കാം. ദെൻ വെർച്വൽ ബാങ്ക്. സോ അതർ ടൈപ്പ് ഓഫ് ബാങ്ക് that does the internet banking is the virtual bank. These bank do not have a location. ഇതിന് ഒരു ഫിസിക്കൽ പ്ലേസ് ഒന്നും ഉണ്ടാവില്ല. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ അല്ലേ, ഓൺലൈൻ സർവീസസ് എന്ത് ചെയ്യുന്നു? ഒരു ബാങ്കിന് ഒരു ഫിസിക്കൽ പ്ലേസ് ഉണ്ടാവും, ബ്രാഞ്ച് ഒരു പർട്ടിക്കുലർ സ്ഥലത്തൊരു ഓഫീസ് ഉണ്ടാവും, അവിടെ ട്രാൻസാക്ഷനും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അതിന് പുറമെ ഇൻ അഡീഷൻ ടു ദാറ്റ് വെബ്സൈറ്റിൽ കൂടെ അതിൻ്റെ പ്രസൻസ് ഉണ്ടാകും. അപ്പോൾ വെബ്സൈറ്റിലൂടെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ വെർച്വൽ ബാങ്കിങ് അങ്ങനെയല്ല, ഫിസിക്കലായിട്ടുള്ള ഓഫീസ് ഉണ്ടാവില്ല, പകരം ഈ വെബിലുള്ള പ്രസൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെബ് പ്രസൻസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രസൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദീസ് ബാങ്ക്സ് ഡു നോട്ട് ഹാവ് ലൊക്കേഷൻ where the customers can go in person and they can only do business over the internet. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് മാത്രം ബിസിനസ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സിസ്റ്റൻസും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നിലനിൽക്കുന്നത്. With banks like this, customer does not have enough option for visiting the local branches and making deposits. Clear? പക്ഷേ വെർച്വൽ ബാങ്കിങ് ഇന്ത്യയിലൊക്കെ റെയറാണ് കേട്ടോ. കാരണം എന്താ? മിക്കവാറും നിലവിലുള്ള ബാങ്കുകൾ തന്നെയാണ്, ഫിസിക്കൽ പ്രസൻസ് ഉള്ള ബാങ്കുകൾ തന്നെയാണ്, ബ്രാഞ്ചുകൾ തന്നെയാണ് അവരുടെ കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റ് ബാങ്കിങ് കൊടുക്കുന്നത്. വെർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? വെർച്വൽ ബാങ്കിങ് ഈസ് ആൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഓഫേഴ്സ് ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് മണി, ക്ലിയർ, ഫെസിലിറ്റീസ് and other banking services through automated telling machines or other devices without having a physical brick and mortar wall in premises. സാധാരണ ഒരു ബാങ്ക് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, ബ്രിക്ക് ആൻഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാള് അല്ലേ, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ ഒരു പർട്ടിക്കുലർ റൂമോ ഹാളോ ബാങ്ക് എന്തെങ്കിലും ഓക്കുപ്പൈ ചെയ്യുന്നു, അവിടെ വെച്ച് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുന്നു അല്ലേ. അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ദെൻ ഓൺലൈൻ ഫെസിലിറ്റി ആവശ്യമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ടുള്ള സൗകര്യം ചെയ്തു. പക്ഷേ വെർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അതല്ല. വെർച്വൽ ബാങ്കിൽ എന്തില്ല? ഈ ഫിസിക്കൽ പ്ലേസ് ഇല്ല. ക്ലിയർ? പകരം എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സും അതുപോലെ ബാങ്കും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ വെർച്വലി ആയിട്ടാണ്. ക്ലിയർ? അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല? ഫിസിക്കലായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? വെർച്വൽ പ്രസൻസ് മാത്രം, വെബ് ബേസ്ഡ് ആയിട്ടുള്ള പ്രസൻസ് മാത്രമേ ഉള്ളൂ. സോ ദ കോൺസെപ്റ്റ് ഓഫ് വെർച്വൽ ബാങ്കിങ് വാസ് ഇനീഷ്യേറ്റഡ് with the installation of first ATM in 1970. 1970 മുതലാണ് അങ്ങനെ വരുന്നത് അല്ലേ. അവിടെ എന്തില്ല? ഒരു ഫിസിക്കൽ പ്ലേസ് ഓഫ് ബാങ്കിങ് അല്ല ചെയ്യുന്നത്. പിന്നെന്താ? ATM കൗണ്ടറുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ? എങ്കിലും അതിനൊരു ഫിസിക്കൽ പ്ലേസ് നമുക്ക് പറയാൻ പറ്റും. അതല്ലാത്ത കേസിൽ ക്ലിയർ വെബ്സൈറ്റിൽ മാത്രം പ്രസൻസ് ഉള്ള കേസുണ്ട്. ക്ലിയർ? അതൊക്കെ ആണ് ഇപ്പോഴത്തെ ഈ വെർച്വൽ ബാങ്കിങ്ങൊക്കെ ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ. So virtual banking started in 1980 in the US, such as Citibank, Chase Manhattan Bank, ഇങ്ങനെയുള്ള ബാങ്കുകളാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് നൗ took off in the 1990s with the growing popularity of the world wide web. ക്ലിയർ? www കൂടുതൽ ബേസിക്സോടുകൂടി ഇപ്പോൾ കൂടുതൽ പ്രചാരത്തിൽ വരുന്നു. സോ ഇൻ 1995 presidential become the first US bank to allow its customers to
open accounts over the internet, physical branches. ഇങ്ങനെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് ഒരു പക്ഷേ ട്രഡീഷണലി വളരെയധികം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ് എന്ത് പ്രസിഡൻഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. Then currently virtual banking exists in the form of ATM, phone banking, home banking, internet banking, smart card banking, EFT ഇങ്ങനെയുള്ള കേസസിലെല്ലാം നമ്മൾ വെർച്വൽ ബാങ്കിങ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വേറെ അർത്ഥത്തിലാണെങ്കിലും ഓക്കെ. സോ എനിവേ ആ രീതിയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റും. ബട്ട് മോർ സ്പെസിഫിക്കലി ബാങ്കിൻ്റെ ബ്രാഞ്ചുകളൊന്നും ഇല്ലാതെ തന്നെ ഇലക്ട്രോണിക് പ്രസൻസിൽ മാത്രം നിലനിൽക്കുന്ന വെബിലൂടെ മാത്രം നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസ് ആയിട്ട് ബ്രാഞ്ചുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബ്രാഞ്ചിനെ ഡിസൈൻ ചെയ്യും. അതിനെ വെർച്വൽ ബാങ്ക് അല്ലെങ്കിൽ വെർച്വൽ ബാങ്കിങ് എന്ന് പറയാൻ പറ്റും. So virtual bank or internet bank refers to a wide range of online services which include banking accessible anytime and from anywhere. ഏത് സ്ഥലത്തു നിന്നും എവിടെ നിന്നും എപ്പോഴും ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു, ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നു. സോ ഇറ്റ് ആൾസോ ഹെൽപ്പ് നോൺ ആസ് സൈബർ ബാങ്കിങ്, ഇ ബാങ്കിങ്, ഹോം ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്, ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. സോ ഇൻക്ലൂഡിങ് provisions of and access to various banking activities conducted virtually. Clear? So from the road, external business or home. So rather than a physical bank, so physical bank illade ne ivrendinu ella banking facilities mikkarum offer cheyunu. So virtual banking can also be considered, that is virtual banking allows customers to secure loans, pay utility bills, make deposits of money, check their accounts from a remote location, etc. അല്ലേ, ഒരു ഇൻ്റർനെറ്റ് ബാങ്കിൽ കിട്ടുന്ന മിക്കവാറും എല്ലാ സർവീസും വെർച്വൽ ബാങ്കിലും കിട്ടും, അവൈലബിൾ ആണ്. ഓക്കെ, ഫിസിക്കൽ പ്രസൻസോ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ല എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സ് ഹാവ് ആക്സസ് ടു ഇൻസ്റ്റൻറ്റ് സർവീസസ് പൊസിഷൻ, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് ലെസ്, അലോ മെയിൻ്റനൻസ് കാർഡ് which can be reduced. Amount maintenance cost can be reduced. Maintenance of bank, maintenance of infrastructure, maintenance of furniture, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ റിലേറ്റഡ് കോസ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. കാരണം എന്തില്ല, ഫിസിക്കൽ പ്രസൻസേ ഇല്ല. അതുകൊണ്ട് and there is no need for visiting the bank physically by the customer. Virtual banks are safe. Clear? Then it installs high-end firewall and data encryption software for online banking. Online banking വേണ്ടി ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അവരിത് ചെയ്യുന്നത്. ദെൻ യൂസേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ ഇൻഡിവിജ്വൽ പിൻ. ഒരു പിൻ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസാക്ഷനൊക്കെ നടത്തുക. ദെൻ മോസ്റ്റ് ഓഫ് ദി ഓൺലൈൻ ബാങ്ക്സ് ലോഗോ ഓഫ് കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ സം മിനിറ്റ്സ്. മിക്കവാറും ഇത്തരത്തിലുള്ള വെർച്വൽ ബാങ്കിങ് സൈറ്റുകൾ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത മിനിറ്റ് വരെ അത് ഫങ്ഷനിങ് ആയിരിക്കും. അതുവരെ റെസ്പോൺസ് ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ദേ ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് മണി ഓൺ ബ്രാഞ്ചസ്. ബ്രാഞ്ചുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫർണിഷിങ്ങോ ഫിക്ചേഴ്സോ ഫിറ്റിങ്സോ എക്യുപ്മെൻറ്റ്സോ അതിനൊന്നും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടോ വേസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും എന്ത് ചെയ്യേണ്ട, മുതൽ മുടക്കാൻ ആവശ്യമില്ല. അങ്ങനെ കുറേയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് വെർച്വൽ ബാങ്കിങ്? ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് ഫോർ സ്റ്റാർട്ടിങ് എ വെർച്വൽ ബാങ്ക് സിസ്റ്റം ഈസ് ഹൈ. അല്ലേ, സിസ്റ്റം നമ്മൾ കണ്ടെത്തണം, ആ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഫയർവാൾ പ്രൊട്ടക്ഷൻ, സെർവർ, ഡാറ്റാബേസ്, അല്ലേ, പ്രോഗ്രാമിംഗ്, ഇതെല്ലാം ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അല്ലേ, അപ്പോൾ അത്തരത്തിൽ ഇനീഷ്യൽ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. നൗ യൂസേഴ്സ് മേ ഇനീഷ്യലി ഫൈൻഡ് ബാങ്കിങ് sites different to navigate to use. അപ്പോൾ തന്നെ യൂസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇനീഷ്യലി ഫൈൻഡ് ബാങ്കിങ് സൈറ്റ്സ് ഡിഫിക്കൽട്സ് ടു നാവിഗേറ്റ്. അതിൻ്റെ ഡിഫിക്കൽട്ടി അല്ലേ, ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലേ എന്താണ് ഈ വെർച്വൽ ബാങ്കിങ് എന്നൊക്കെ അറിയാതെ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മെനുവിൽ നിന്ന് മറ്റൊരു മെനുവിലേക്ക്, ഒരു സർവീസ് മറ്റൊരു സർവീസസിലേക്ക് പോകുന്നതിന് പ്രോബ്ലം ആയിട്ട് മാറുന്നു എന്നാണ്. അല്ലേ, ഇപ്പോഴൊക്കെ എല്ലാവരും ഫെമിലറാണ്, നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇതും. ക്ലിയർ, വെർച്വൽ ബാങ്കിങ് അങ്ങനെയാണ് വരുന്നത്, വിത്തൗട്ട് എനി ഫിസിക്കൽ പ്രസൻസ്, ആ രീതിയിലേ ഉള്ളൂ. ക്ലിയർ, അപ്പോൾ മൊബൈൽ എനേബിൾഡ് ആണ്
അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പോലെ തന്നെയാണ് ഡെസ്ക്ടോപ്പിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും ഉണ്ടാവുക മെനൂസൊക്കെ. ഓക്കെ, then most of the virtual banking systems cannot be accessed without the internet. ഇന്റർനെറ്റ് ഇല്ലാതെ ഇതിന് accessibility ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഡാറ്റ ട്രാൻസ്ഫർ വളരെ കുറവാകുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് മാറും. then technical hitches can cause virtual banks to go down അല്ലേ. സാധാരണ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഫിസിക്കൽ ബാങ്ക് ഉണ്ടെങ്കിൽ, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബ്രാഞ്ചിൽ നമുക്ക് അവിടെ പോയിട്ട് പറഞ്ഞത് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ. അതല്ല, ഓൺലൈൻ പ്രസൻസ് മാത്രമേ ഉള്ളൂ. വെർച്വൽ ബാങ്കിങ് ആകുമ്പോൾ എന്താവും, അത് ഇമെയിൽ അയക്കണം, അവർക്ക് കിട്ടിയോ ഇല്ലയോ, അത് റെസ്പോണ്ട് ചെയ്തോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു അൺസർട്ടനിറ്റി കസ്റ്റമേഴ്സിനിടയിൽ ഉണ്ടാവും. So while virtual banks give customers numerous advantages in terms of bill payment and amount account information at the end of each day, clear, സാധാരണ മിക്കവാറും ഡെയിലി ബേസിസിലായിട്ടുള്ള സ്റ്റാറ്റസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ക്ലിയർ. അതുപോലെ തന്നെ കസ്റ്റമർ സ്റ്റിൽ നീഡ് ടു വിസിറ്റ് ATM ഫോർ വിഡ്രോ അല്ലേ. പൈസ ക്യാഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ATM തന്നെ പോകണം. ക്ലിയർ. അല്ലെങ്കിൽ ക്ലിയർ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ATMൻ്റെ സഹായത്തോടു കൂടിയും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് വെർച്വൽ ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കിങ് സർവീസസിനാണ് വെർച്വൽ ബാങ്കിങ് സർവീസസ് എന്ന് പറയും. ക്ലിയർ. സോ വേറെ ഒന്ന് രണ്ട് ഡിസഡ്വാൻറ്റേജസ് കൂടെ ഉണ്ട്. നമുക്കറിയാൻ പറ്റും വെർച്വൽ ബാങ്കുകളുടെ കേസസിൽ അല്ലേ, ATM സ്വന്തമായിട്ട് ATM ഇല്ലാത്ത വെർച്വൽ ബാങ്കാണെന്ന് വിചാരിക്കുക. നമുക്കൊരു അക്കൗണ്ട് ഉണ്ട് ആ ബാങ്കിൽ നിന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പൈസ ആവശ്യമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുകളുടെ ATMൽ പോയിട്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് അവർ എന്ത് ചെയ്യുന്നു, ചെറിയൊരു എമൗണ്ട് ഈടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ക്ലിയർ. അപ്പോൾ ഒരു ഫീസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയാൻ പറ്റും. ക്ലിയർ. അതുപോലെ തന്നെയാണ് ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് ATM വഴി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് പറയാം. അതുപോലെ തന്നെ ഡിപ്പോസിറ്റിംഗ് മണി ഈസ് അനദർ പ്രോബ്ലം. നമുക്ക് പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യണം, മറ്റേതെങ്കിലും ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, വെർച്വൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലാതെ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇനി ചെയ്യാൻ പറ്റുന്ന കേസസിൽ ATM, ഇതേ ബാങ്കുകൾക്ക് ATM ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, CDM അല്ലെ, ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻസ് ഉള്ള ഡിവൈസസ് ഉണ്ടെങ്കിൽ, മെഷീൻസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി, ഓൺലൈൻ ബാങ്കിങ് അല്ലെ, വെബ്സൈറ്റുകൾ, ഇതൊക്കെ ചിലപ്പോൾ ഫെയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് യാതൊരു സർവീസും കിട്ടാതെ വരും അല്ലേ. അതൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെയാണ് ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നതെങ്കിൽ പോലും ക്രിപ്റ്റോഗ്രാഫിക് ഫംഗ്ഷൻസ് ഒക്കെ വഴി എൻക്രിപ്റ്റഡ് ആയിട്ടും ഡീക്രിപ്റ്റഡ് ആയിട്ടൊക്കെയാണ് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നതെങ്കിൽ പോലും അവിടെ എന്ത് സംഭവിക്കാം, there are certain hackers, professional hackers who are able to hack clear information from these channels. അപ്പോൾ അതും ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാം. ഹാക്കിങ്ങിന് വരാവുന്ന പ്രോബ്ലം, സൈബർ ത്രെറ്റ്. ക്ലിയർ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്.